കണ്ണടച്ചിരുട്ട് നടിക്കുന്ന അധികൃതരുടെ കണ്ണു തുറപ്പിക്കുന്ന വാർത്താധിഷ്ഠിത പരിപാടി എന്റെ വാർത്ത. സ്വാഗതം പുതിയ ലക്കത്തിലേക്ക്. എന്റെ വാർത്തയിൽ ഇന്നത്തെ റിപ്പോർട്ടുകൾ ഒറ്റനോട്ടത്തിൽ. വിനോദസഞ്ചാരികളെ ഇതിലെ എന്റെ വാർത്ത ഇൻവെസ്റ്റിഗേഷൻ. പട്ടയം കിട്ടാനായി 75 വർഷമായി ഇവർ നെട്ടോട്ടമോടുന്നു. പണ്ടൊരിക്കൽ തെമ്മല ഡാമിന്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ പുറം ലോകത്തെത്തിച്ച കാഴ്ചകൾ തെമ്മല ഇക്കോ ടൂറിസം പദ്ധതിയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഇന്നിതാ മറ്റൊരു ഡാമിന്റെ മുന്നിലാണ് എന്റെ വാർത്ത ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇത് ഒരു കാലത്ത് വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നമ്മുടെ വനമന്ത്രിയും ടൂറിസം മന്ത്രിയും കണ്ണു തുറന്നു തന്നെ കാണണം ഇവിടുത്തെ കാഴ്ചകൾ. ടൂറിസം വികസനത്തിന്റെ പേരിൽ കോടികൾ ചെലവഴിക്കുന്ന സർക്കാരിനെ എന്റെ വാർത്ത നെയ്യാർ ഡാമിലേക്ക് ക്ഷണിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിച്ചിരുന്ന ഇവിടുത്തെ ടൂറിസം പദ്ധതികളുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ തീർച്ചയായും കാണേണ്ടതാണ്. വനം മന്ത്രി കെ രാജു സാറും ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സാറും പ്രത്യേകം കാണണം ഈ കാഴ്ചകളെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒട്ടേറെ സിനിമകൾക്ക് പശ്ചാത്തലമൊരുക്കിയ സ്ഥലമായിരുന്നു ഇവിടുത്തെ മനോഹരമായ പൂന്തോട്ടവും ഡാം സൈറ്റുകളും. കുടുംബത്തോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നതുകൊണ്ട് തന്നെ നിരവധി പേരാണ് നെയ്യാർ ഡാം സന്ദർശിച്ചിരുന്നത്. തുടർന്നാണ് സർക്കാർ കോടികൾ ചെലവിട്ട് ഇവിടെ വിവിധ ടൂറിസം പദ്ധതികൾക്ക് രൂപം കൊടുത്തത്. ജനപങ്കാളിത്തം കൊണ്ട് വിജയകരമായിരുന്ന ഈ പദ്ധതികളുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ അതിദയനീയമാണ്. ഒട്ടനവധി സിനിമകൾ നെയ്യാർ ഡാമിൽ വെച്ച് ഷൂട്ട് ചെയ്യുകയും അത് മലയാളികളും ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും കണ്ടതുമാണ്. ഈ നെയ്യാർ ഡാമിനകത്തുള്ള പൂന്തോട്ടങ്ങൾ അതിന്ന് നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. വികസനത്തിൻ്റെ പേരിൽ കോടികൾ കട്ടുമുടിക്കുന്നതല്ലാതെ ഒരു വികസനവും ഈ നെയ്യാർ ഡാമിൽ നടക്കുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മൾ നെയ്യാർ ഡാം ഗാർഡനെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു നവീകരണ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു സാധനമില്ല. ആകപ്പാടെ കോൺട്രാക്റ്റ് കൊടുത്ത് വരുന്ന വർക്കുകളിൽ ചെറിയ കാട്ടുപുല്ലുകൾ പറിച്ചു കളയുന്നതല്ലാതെ ഗാർഡൻ നവീകരിക്കാനുള്ള ഒരു വികസന പ്രവർത്തനവും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തോ ഗവൺമെന്റിന്റെ ഭാഗത്തോ ഇല്ല എന്നുള്ളത് ഈ വാർഡിന്റെ മെമ്പർ എന്ന വഴി എനിക്ക് പ്രതിഷേധമുണ്ട്. ഫോറസ്റ്റ്, ഫിഷറീസ്, ഇറിഗേഷൻ വകുപ്പുകൾക്കും DTPCക്കുമാണ് നെയ്യാർ ഡാം ടൂറിസത്തിന്റെ ചുമതല. ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും സർക്കാരിന്റെ അവഗണനയും കൂടി ചേർന്നപ്പോൾ വിജയകരമായിരുന്ന നെയ്യാർ ഡാം ടൂറിസം പദ്ധതിയുടെ ഗതി ഇങ്ങനെയായി. 3 ഡിപ്പാർട്ട്മെന്റുകളുടെ കീഴിലാണ് ഈ നെയ്യാർ ഡാം ടൂറിസം. ഈ 3 ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് ഫിഷറീസ്, ഫോറസ്റ്റ്, ഇറിഗേഷൻ. അപ്പോൾ ഇതുപോലുള്ള 3 ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ നെയ്യാർ ഡാം വരുന്നത്. അപ്പോൾ ഈ മേഖലകൾ മൊത്തം കൈയടക്കി വെച്ചുകൊണ്ട് 3 ഡിപ്പാർട്ട്മെന്റുകളും കൂടെ ഇതിന്റെ വികസനത്തെ മുരടിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ടൂറിസം മേഖലയെ സംബന്ധിച്ച് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കോപ്റ്റ് ചെയ്തുകൊണ്ടാണ് നെയ്യാറിന്റെ ടൂറിസം പോകുന്നത്. പക്ഷെ അവരുടെ ഏകീകരണ ഇല്ലായ്മ ഈ ടൂറിസം മേഖലയെ ബാധിക്കുന്നു. മുൻകാലങ്ങളിൽ ഇവിടുത്തെ ടൂറിസം വികസനത്തിനായി ഫണ്ടുകൾ അനുവദിക്കപ്പെട്ടെങ്കിലും പണമൊഴുകിയത് പലരുടെയും പോക്കറ്റിലേക്കാണ്. പിന്നീട് ഫണ്ട് അനുവദിക്കാതെ സർക്കാർ കൂടി അവഗണിച്ചതോടെയാണ് നെയ്യാർ ഡാം ടൂറിസം അനാഥമായത്. നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ വൻ ടൂറിസം മേഖലയായി നെയ്യാർ ഡാമിനെ മാറ്റാൻ സാധിക്കും. പക്ഷെ അത് അധികാരത്തിൽ വരുന്ന കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റുമാർ കുറേ പണം നെയ്യാർ ഡാമിൻ്റെ വികസനത്തിന് വേണ്ടി അനുവദിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ യാതൊരു വിധമായ വികസന പ്രവർത്തനങ്ങളും ഈ നെയ്യാർ ഡാമിൽ നടക്കുന്നില്ല. ആ ഒരു പാക്കേജ് നടപ്പിലാക്കി 1 കോടി രൂപ സമാഹരിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ഒരു ബോട്ട് നന്നാക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പഴയകാല പ്രൗഢിയുടെ പേരിൽ ഇന്നും വിരലിലെണ്ണാവുന്ന സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. എന്നാൽ ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ ഭക്ഷണമോ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ വന്നവർ പിന്നെ ഈ വഴി തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. ക്യാൻറ്റീനായാലും ശരി, ഇവിടുത്തെ ടോയ്ലറ്റ് സംവിധാനമായാലും ശരി, ഇവിടെ പഴയ പണ്ട് ഉണ്ടായിരുന്ന ഒരു ടോയ്ലറ്റ് അപ്പുറത്തുണ്ട്. അത് പുതിയ കോടികൾ മുടക്കി പുതിയ സംവിധാനത്തിലും ചെയ്തു, ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ ഇന്നും വരുന്നവ വിദേശിയൊക്കെ ആയാലും
അത് ശരിക്കുമുള്ള ഒരു വൃത്തിയായിട്ട് 5 രൂപ പാസ് എടുത്ത് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ അതുപോലും കൊട്ടേഷൻ കൊടുത്ത് ആ ഒരു വൃത്തിയില്ലായ്മ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ഒരു ടോയ്ലറ്റാണ് ഈ ഇറിഗേഷൻ്റെ ഈ നമ്മുടെ ഈ ഗേറ്റിനകത്തുള്ള ആ ഒരു ഇത്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വിശ്വാസത്തോടു കൂടി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും ഉള്ള സംവിധാനങ്ങൾ ഈ നെയ്യാർ ഡാമിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ദുരിത കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മനുഷ്യരെക്കാൾ ദുരിതമനുഭവിക്കുന്ന കുറെ പാവം മൃഗങ്ങളുടെ അവസ്ഥ കൂടി കണ്ടിട്ട് വേണം നമുക്ക് മടങ്ങാൻ. കണ്ടതൊന്നുമല്ല, ഇനിയുള്ളതാണ് യഥാർത്ഥ കാഴ്ചകൾ. ഞങ്ങൾക്കൊപ്പം തുടരുക, ഒരു ചെറിയ ഇടവേള മാത്രം. ലോകപ്രശസ്തമായ ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ ചില മിണ്ടാപ്രാണികളുടെ അവസ്ഥ കൂടി കണ്ടാലേ ഈ കാഴ്ച പൂർണ്ണമാകൂ. അതിനായി നമുക്ക് ഒരാൾക്ക് 250 രൂപ ടിക്കറ്റ് എടുത്ത് ഈ കാഴ്ചകൾ കണ്ട് മതിമറക്കാം. എന്റെ വാർത്ത ഇൻവെസ്റ്റിഗേഷൻ തുടർന്നു കാണുക. നെയ്യാർ ഡാമിന്റെ അഭിമാനമായിരുന്ന ചില കാഴ്ചകളിലേക്കാണ് എന്റെ വാർത്ത ഇനി നിങ്ങളെ ക്ഷണിക്കുന്നത്. വിനോദസഞ്ചാരികളിൽ നിന്ന് 250 രൂപ ഈടാക്കിയ ശേഷം കാണിച്ചു തരുന്ന ആ അപൂർവ കാഴ്ചകൾ കൂടി ഇനി കാണാം. ഒരാൾക്ക് 250 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ബോട്ട് സവാരിക്ക് ശേഷം നെയ്യാർ ഡാം പരിസരത്തെ മൃഗങ്ങളുടെ വിവിധ പാർക്കുകളും ടൂറിസം പദ്ധതികളും 1.5 മണിക്കൂർ നീണ്ട യാത്രയിലൂടെ കണ്ടു മടങ്ങാം എന്നതാണ് വാഗ്ദാനം. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ആ കാഴ്ചകൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. വരൂ, നമുക്കൊന്നിച്ചു തന്നെ പോകാം. രൂപ മുടക്കി ടിക്കറ്റ് എടുത്താൽ ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത് വെറുതെ പറഞ്ഞു പറ്റിച്ചതാണ്. ബോട്ടുകളൊക്കെ എന്നേ നശിച്ചുപോയി. നിലവിൽ സർവീസ് നടത്തുന്ന ബോട്ടിൽ കയറിയാൽ ജീവന് യാതൊരു ഗ്യാരണ്ടിയുമില്ലത്രേ. സഫാരി പാർക്കിൽ തന്നെ പോകുന്ന ബോട്ടുകൾ ഏകദേശം 4 ഉണ്ടായിരുന്നു. ജലസമുദ്ര, ജലകന്യക, അഗസ്ത്യ, സമുദ്ര, ഇങ്ങനെ ഒരുപാട് ബോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ആകപ്പാടെ ഉള്ളത് 2 ബോട്ടുകൾ മാത്രമാണ്. അതിനകത്ത് തന്നെ നിങ്ങൾ കയറി പരിശോധിച്ചാൽ മനസ്സിലാവും, പ്ലാറ്റ്ഫോം വരെ ലോക്കാണ്. ലോക്കല്ല, ഈ ഇളവി പൊളിയ സ്ഥിതിയിലാണ്. ഒരു യാത്രക്കാരൻ വെള്ളത്തിൽ വീണാൽ അതുപോലെ സംരക്ഷിക്കാൻ കഴിയുന്ന സ്ഥിതിയിലാണ് ഫോറസ്റ്റിൻ്റെ ബോട്ട് ഓടുന്നത്. ആകപ്പാടെ ഉള്ള 2ആണ്, ഒന്ന് സമുദ്രയും ഒന്ന് അഗസ്തിയും. DTPCയിൽ ഉള്ള ബോട്ട് സവാരി ഏകദേശം 2 ബോട്ടോളം ഇപ്പം കോട്ടൂർ ആ മേഖല കാപ്പുകാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതായത് വരും കാലങ്ങളിൽ ഇവിടുത്തെ ഈ DTP ടൂറിസം മേഖല ഈ ബോട്ട് സവാരി കാപ്പുകാട്ടേക്ക് മാറും എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വികസനങ്ങൾ തന്നെ, ഉണ്ടായിരുന്ന ഇതുപോലുള്ള സംവിധാനങ്ങൾ തന്നെ ഇന്ന് നെയ്യാർ ഡാമിൽ നിന്ന് അന്യം വന്ന് പോകാൻ പോകുന്നു എന്നാണ് ദയനീയമായുള്ള ഒരു കാഴ്ച. ബോട്ടിലുള്ള യാത്രയ്ക്ക് പകരം കരയിലൂടെ വാനിലാണ് തൽക്കാല യാത്ര. ബോട്ട് സവാരി ഇല്ലെങ്കിലും ടിക്കറ്റ് ചാർജിന് യാതൊരു കുറവും വരുത്താൻ അധികൃതർ തയ്യാറല്ല. വേണമെന്നുള്ളവർ കാഴ്ച കണ്ടാൽ മതിയെന്നാണ് ഇവരുടെ നിലപാട്. ബോട്ടിൽ കയറി നേരെ സഫാരി പാർക്കിൽ പോയി സിംഹത്തിനെയും കണ്ട്, സിംഹത്തിനെ കണ്ടതിന് ശേഷം നേരെ ഡിയർ പാർക്ക് കണ്ട്, സ്റ്റീഫൻ പാർക്കും കണ്ട് തിരിച്ചു വരുന്നതാണ് 1.5 മണിക്കൂർ നേരത്തെ എടുത്തിരുന്നത്. അതിനാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഒരു പാക്കേജ് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വെള്ളം കുറഞ്ഞതിന് ശേഷം ബോട്ട് സവാരിയില്ല, ബസ്സിലാണ് കൊണ്ടുപോകുന്നത്. ബസ്സിൽ കൊണ്ടുപോയാൽ പോലും ഈ റേറ്റ് കുറയ്ക്കുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറായിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കണം. ഇതാണ് നെയ്യാർ ഡാം ടൂറിസം പദ്ധതിയുടെ ഭാഗമായ ലയൺ സഫാരി പാർക്ക്. പേര് കേട്ട് സിംഹത്തെ കാണാൻ തിരക്ക് കൂട്ടണ്ട. ഇവിടെ ആകെയുള്ളത് പല്ലുകൊഴിഞ്ഞ 3 സിംഹങ്ങളാണ്. ഒരെണ്ണത്തിന് സുഖമില്ല, മറ്റു 2 എണ്ണത്തിന് വല്ലപ്പോഴും പുറത്ത് കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യം. സഫാരി പാർക്കിൽ ഏകദേശം 350ഓളം രൂപ ഫീസ് അടച്ച് ഇവിടുന്ന് കാറിലും ബോട്ടിലുമാണ് അവരെ സഞ്ചാരികളെ കൊണ്ടുപോയി കാണിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് എഴിക്കാൻ വയ്യാത്ത ഒരു സിംഹവും ഇപ്പം കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കടുവയും അടച്ചിട്ടിട്ടുണ്ട്. ഇത് 2മാണ് അവിടെ കാണാനുള്ളത്. ഈ 250 രൂപ പാസ് എടുത്ത് പോകുന്ന ആളിന് തിരിച്ച് അവർ വന്നാൽ ഈ 250 രൂപയ്ക്കുള്ള യാതൊരു വിധമായ സംവിധാനങ്ങളും അവിടെ കാണാൻ കഴിയുന്നില്ല. ഒരു ലയൺ സഫാരി പാർക്കുണ്ട്, അത് ഫോറസ്റ്റിൻ്റെ കീഴിലാണ്. അതിലാകപ്പാടെ ഉള്ളത് 3 സിംഹങ്ങളാണ്, ഒരാണും 2 പെൺസിംഹങ്ങളും. 91 കാലഘട്ടത്തിൽ കൊണ്ടുവന്ന സിംഹങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഈ സഫാരി പാർക്ക് ഏകദേശം നിലനിന്ന് പോകുന്നത്. പക്ഷേ വന്ധ്യീകരണം വന്നതിന് ശേഷം
അവിടെ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. ഇപ്പോൾ ഉള്ളത് പ്രായമുള്ള 3 സിംഹങ്ങൾ മാത്രമാണ്. അത് ഒരു ടൂറിസ്റ്റ് പാക്കേജ് എന്നുള്ള ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഈ എഴിക്കുവാൻ വയ്യാത്ത 3 സിംഹങ്ങളെ കാണുവാൻ പോലും പാടാണ്. ഇതാണ് ലോക പ്രശസ്ത സാഹസികനായ സ്റ്റീവ് ഇർവിന്റെ പേരിൽ ആരംഭിച്ച ക്രോക്കഡൈൽ പാർക്ക്. ഇവിടുത്തെ ചീങ്കണ്ണികളുടെ അവസ്ഥ കണ്ടാൽ ഒരാൾക്കും പേടി തോന്നില്ല, മറിച്ച് സഹതാപം മാത്രമായിരിക്കും തോന്നുക. നമ്മളെ ബ്ലാവട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ സ്റ്റീവ് ഇർവിൻ പാർക്കുണ്ട്. പക്ഷെ അവിടെ സ്റ്റീവ് ഇർവിൻ പാർക്ക് അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ആ പേര് മാറ്റണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു പരാതി വഴി വന്നതിൻ്റെ ഭാഗത്താണ് ആ പേര് മാറ്റേണ്ടി വന്നത്. പക്ഷെ അതിൻ്റെ നടപടി ചുരുങ്ങിയ വാക്കുകൾ ഞാൻ പറയാം, നടന്നു പോകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. ക്രോക്കോഡൈൽ പാർക്ക് അതിൻ്റെ അവസ്ഥ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ വെള്ളം കെട്ടി ജീർണിച്ച് കൊതുക് പെരുകി അവിടെ യാതൊരു വിധത്തിലും സഞ്ചാരികൾ ചെന്ന് എത്തി നോക്കാൻ പറ്റാത്ത രീതിക്കാണ് ആ സ്റ്റീവോ പാർക്ക് ഇന്ന് കിടക്കുന്നത്. മാൻ പാർക്കിന്റെ കാഴ്ചകളാണ് ഇനി. താരതമ്യേന അംഗബലം കൊണ്ട് മുന്നിലുള്ളത് മാനുകളാണ്. പക്ഷേ ഇവയെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാത്തതു കാരണം സമീപത്തെ വിളകളൊക്കെ നശിപ്പിച്ച് നാട്ടുകാർക്ക് ശല്യമായി തീർന്നിരിക്കുകയാണെന്ന് ജനങ്ങൾ പരാതി പറയുന്നു. ഈ ഡിയർ പാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് മാനുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ആ പ്രദേശത്തുള്ള പൊതുജനങ്ങൾക്ക് ശല്യമായി മാറിയിരിക്കുകയാണ്. അവർക്ക് റബ്ബർ നടാനോ മറ്റ് സംവിധാനങ്ങൾ ചെയ്യുവാനോ വീട്ടിൽ ഒരു നേരത്തെ ആഹാരം വെച്ച് അടച്ചു വെച്ചിട്ട് പോകാനോ കഴിയാത്ത സാധ്യതയാണ്. ഈ മാനുകളെല്ലാം ഇവരെ വീടിനകത്ത് കയറി അവരുടെ ആഹാര സാധനങ്ങളും അവർ നട്ടുണ്ടാക്കുന്ന സാധനങ്ങളും എല്ലാം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച വാട്ടർ ഫൗണ്ടൻ കൂടി കാണാതെ ഈ യാത്ര പൂർണ്ണമാവില്ല. അത്രയ്ക്ക് ഭീകരമാണ് ഇന്ന് വാട്ടർ ഫൗണ്ടന്റെ അവസ്ഥ. ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു മ്യൂസിക് മൗണ്ടൻ ഉണ്ടാക്കി. അത് കോടികളുടെ വില വരുന്ന സംവിധാനങ്ങളാണ്. അതെല്ലാം ഇപ്പോൾ തകർച്ചയിലാണ്. നന്നാക്കാൻ പോലും ഇവിടുത്തെ അധികാരികൾ തയ്യാറാകുന്നില്ല. വാട്ടർ ഫൗണ്ടൻ ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്നത് മാത്രമല്ല, കാടുകയറി തുരുമ്പെടുത്ത് നശിക്കാത്ത ഒരു ഭാഗം പോലും ബാക്കിയില്ല. കലാകാലങ്ങളിൽ ഫണ്ട് അനുവദിക്കുന്നതല്ല, അതിനെ മാന്യമായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ഈ ടൂറിസം മേഖലയെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു അധികാരികളും അതിന് മുൻകൈ എടുക്കുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. പക്ഷേ ഇത് വരുന്ന ഗവൺമെൻറ് അതിനുവേണ്ടി നെയ്യാർ ഡാമിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുന്ന, നെയ്യാർ ഡാമിൽ ടൂറിസം വേണമെന്ന് ആഗ്രഹിക്കുന്ന, നെയ്യാർ ഡാമിൽ ടൂറിസ്റ്റുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന, നെയ്യാർ ഡാം ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഒന്നാമതെത്തണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ഉദ്യോഗസ്ഥന്മാർ ഈ നെയ്യാർ ഡാമുമായി ബന്ധപ്പെട്ട് വന്നാൽ മാത്രമേ ഇതിനൊരു ശാപഘോഷമുണ്ടാകൂ. 250 രൂപയ്ക്കുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ? വിനോദസഞ്ചാരത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന സർക്കാരിന് മുന്നിൽ ഈ കാഴ്ചകൾ സമർപ്പിക്കുന്നു. പടിയിറങ്ങും മുമ്പ് എല്ലാം ശരിയാക്കുമെന്ന വിശ്വാസത്തോടെ. അതെ, വിശ്വാസം അതാണല്ലോ എല്ലാം. തെന്മലയിൽ സംഭവിച്ചതുപോലെ നെയ്യാർ ഡാമിന്റെ മുഖച്ഛായ മാറ്റിമറിക്കാൻ ഈ റിപ്പോർട്ടിന് കഴിയുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്റെ വാർത്തകൾ തുടരുക ഒരു ചെറിയ ഇടവേള കൂടി. പട്ടയത്തിനായി കഴിഞ്ഞ 75 വർഷമായി നെട്ടോട്ടമോടുന്ന കുറെ പാവങ്ങളെ ഇനി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് സുദർശന്റെ റിപ്പോർട്ടാണ് ഇനി എന്റെ വാർത്തയിൽ. പാവങ്ങളുടെ ഈ സർക്കാരിന് മുന്നിൽ തിരുവനന്തപുരം കരുമം ഇലങ്കത്തയിലെ 25ഓളം കുടുംബങ്ങൾക്ക് ഒരപേക്ഷയുണ്ട്. ദയവായി ഇതൊന്ന് കേൾക്കണം. കേരളത്തെ ഭൂരഹിതരില്ലാത്ത നാടാക്കി മാറ്റുമെന്ന് വാഗ്ദാനം നൽകിയ ഭരണാധികാരികൾ പട്ടയം ലഭിക്കാത്തത് കാരണം ജീവിതം വഴിമുട്ടി ഇവരുടെ ജീവിതം ഒന്ന് കാണണം. നഗരസഭയിൽ വരുന്ന മേലാങ്കോട് വാർഡ് ഉൾപ്പെടുന്ന 56ാമത്തെ വാർഡിൽപ്പെട്ട സ്ഥലമാണ് കരിമം ഇലങ്കത്തറ ഭാഗം. ഈ ഭാഗത്ത് ഏകദേശം എൻ്റെ അറിവിൽ ഒരു 60 വർഷത്തോളമായി ഈ പ്രദേശത്ത് പട്ടയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 60 വർഷമായി ഞാൻ ഇവിടെ താമസിക്കുകയാണ്. ഇതുവരെ ഒരു ഗവൺമെൻറ് ഭരിച്ചിട്ടും ഇതുവരെ ഞങ്ങൾക്ക് ഈ പട്ടയം കിട്ടാൻ ഇവിടെ 10-20 പേര്, ഒരു 20 വീട്ടുകാരുമുണ്ട്. ഇതുവരെ പട്ടയം കിട്ടാൻ യാതൊരു ഇതും കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രശ്നം ഇവിടെ പട്ടയമില്ല, പ്രമാണങ്ങളും ഇല്ല. എന്നെ കൊണ്ടുവന്നിട്ട് 22 വർഷം കഴിഞ്ഞ് ഇതുവരേക്കും പട്ടയത്തിനും പ്രമാണത്തിനും ഇവർ എവിടെ കൊടുത്തെന്ന് പറയണ്. ഇതുവരേക്കും ഒരു പാർട്ടിക്കാരോ ആരും വന്നിട്ടുമില്ല. ഇവർ ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും കിട്ടിയിട്ടില്ല.
75 വർഷത്തിലധികമായി താമസിച്ചു വരുന്ന സ്ഥലത്തിന് പട്ടയം ലഭിക്കാൻ വേണ്ടി വാർഡ് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുകയാണിവർ. ഇവിടെ താമസമായിട്ട് 75 വർഷത്തിൽ കൂടുതലായി. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാലം മുതൽക്ക് ഇവിടെ തന്നെയാണ് ഞങ്ങൾ താമസം. ഒരുപാട് ഓഫീസുകളിൽ ഇങ്ങനെ അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട്, കളക്ടറേറ്റിലും അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യം ഇങ്ങനെ കേസിന് പോകുമ്പം പിന്നെ ഒരിക്കൽ വാദിക്കുന്നത് ഒരാളായിരിക്കാം, പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഞങ്ങളെ വിളിക്കുമ്പോൾ അപ്പോഴും ചെല്ലുന്നത് വേറൊരാളായിരിക്കാം. ഇങ്ങനെ മാറി മാറി കുറേ വർഷം കൊണ്ടേ ഞങ്ങൾ ഇതിൻ്റെ പിറകെ നടക്കുകയാണ്. ഇതുവരെയൊക്കെ ഞങ്ങൾക്ക് പട്ടയമൊന്നും ആരിൽ നിന്നും ലഭിക്കാൻ ഒന്നും തയ്യാറായിട്ടില്ല. ഇതിനു വേണ്ടി കുറേ കഷ്ടം ഇതിനു വേണ്ടി ഞങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ രേഖകളോ കാര്യങ്ങളൊന്നുമില്ല. വില്ലേജ് ഓഫീസിൽ നിന്ന് കൊടുത്ത ഒരു കയ്യവാസ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സൽക്കാലമുള്ള താൽക്കാലിക കറണ്ടുകളും അതുപോലെ തന്നെ വൈദ്യുതിയും പിന്നെ വാട്ടർ കണക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം എടുക്കുന്നത് വരെ. അല്ലാതെ ഇവർക്ക് രേഖാമൂലം സർക്കാരിൻ്റെ പദ്ധതികളായിട്ടുള്ള ലൈഫ് പോലെയുള്ള പദ്ധതികളൊന്നും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇവർക്ക് വീട് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പട്ടയമാണ്. പട്ടയമില്ലാത്ത ഭൂമിയിൽ താമസിക്കുന്നത് കാരണം സർക്കാരിന്റെ യാതൊരു ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കാറില്ല. പൊളിഞ്ഞു വീഴാറായ വീടുകൾക്കുള്ളിൽ ജീവൻ ഭയന്നാണ് ഇവർ ഓരോ നിമിഷവും കഴിച്ചുകൂട്ടുന്നത്. ആ പട്ടയം ഇല്ലാത്ത പേര് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോയാൽ അവർ ആദ്യം ചോദിക്കുന്നത് ഇതിൻ്റെ രേഖകളാണ്. എന്തെങ്കിലും കൈവശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും കൊടുക്കാനില്ല. പിന്നെ വീടിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഷീറ്റിട്ടതും ഓടിട്ട വീടുകളാണ് നമുക്കുള്ളത്. പക്ഷേ അതെല്ലാം പൊളിഞ്ഞ് ഇന്നും ചോർച്ചയിലാണ്. പട്ടയം കിട്ടിയാൽ എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്നുള്ള ലോണെങ്കിലും എടുത്ത് ഒരു വീട് വയ്ക്കാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. ഞങ്ങൾക്കൊരു വീടിന് എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല, വീട് വെച്ച് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബാത്റൂമോ അങ്ങനെയൊന്നുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാൻ പറ്റുന്നില്ല. പട്ടയം ഇല്ലാത്തതുകൊണ്ടാണ്. എവിടെ ചെന്നാലും ചോദിക്കുന്ന ഇതൊക്കെയാണ്. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് ഇതുവരേക്കും കിട്ടിയിട്ടില്ല. ഒരുപാടെടുത്ത അപേക്ഷകളുമായിട്ട് ഇങ്ങനെ നടന്ന് കാല് തളർന്ന് അമ്മയൊക്കെയാണ് ഇതിന് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾ അതിന് വേണ്ടി ഇറങ്ങിയിട്ട് ഒന്നും ആയിട്ടില്ല. മഴക്കാലമായതോടെ വെള്ളപ്പൊക്ക ഭീഷണി കൂടി നേരിടേണ്ട അവസ്ഥയിലാണ് ഇവരിപ്പോൾ. മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ പിഞ്ചുകുട്ടികളെയും രോഗശൈലിയായ മുതിർന്നവരെയും കൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയാതെ മറ്റ് അഭയകേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇവർക്കുള്ളത്. മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ വേറെ സ്ഥലമില്ല. തൊട്ടടുത്തുള്ള UP സ്കൂളിലാണ് നമ്മൾ ഇവരെല്ലാവരെയും മാറ്റി. പിന്നെ ആ 10 ദിവസത്തെ ഭക്ഷണ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെയാണ് ഏർപ്പാട് ചെയ്ത് ഇവിടെ താമസിപ്പിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവരെല്ലാം വളരെ പാവപ്പെട്ടവരാണ്. അന്നന്നത്തെ അന്നത്തിനുള്ള വക തേടി കൂലിപ്പണി ചെയ്യുന്നവർ. സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തത് കാരണം പലരും കടം വാങ്ങിയാണ് ജീവിതം തള്ളി നീക്കുന്നത്. മഴയിലും കാറ്റിലും തകർന്നു വീഴുന്ന മേൽക്കൂരയും ചുവരുകളും പുതുക്കി പണിയാൻ പോലും ഇവരുടെ കയ്യിൽ പണമില്ല. ഏത് നിമിഷവും അപകടങ്ങൾ മുന്നിൽ കണ്ടാണ് പിഞ്ചുകുട്ടികളെയും മാറോടണച്ച് ഇവിടുത്തുകാർ ജീവിക്കുന്നത്. വീടുകൾ എല്ലാം വെള്ളം കയറിയാൽ പിന്നെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. പിന്നെ കടങ്ങളൊക്കെ വാങ്ങിച്ചാണ് കല്ലുകൾ വെച്ച് കെട്ടി ഇപ്പോൾ ഇത്തിരി മെച്ചപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അല്ലാതെ എല്ലാം ഷീറ്റിട്ടത് ഓല മേഞ്ഞതൊക്കെ തന്നെയായിരുന്നു എല്ലാ വീടുകളും. ഇടിഞ്ഞ് വീഴാറായതുകൊണ്ട് കടങ്ങളൊക്കെ വാങ്ങിച്ചും കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോണുകൾ എടുത്തൊക്കെയാണ് വീടുകളൊക്കെ പുതുക്കി ഒരു ചെറുതായിട്ടൊക്കെ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാം കൂടി നിലം പറ്റി മണ്ടയിൽ കൂടെ വീണ അവസ്ഥയായിരുന്നു ഇവിടെ. അത്രയും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഇവർ കാലുപിടിക്കാത്ത ജനപ്രതിനിധികളില്ല. ഇലക്ഷൻ സമയത്ത് മാത്രം ഇവിടെ എത്തി വാഗ്ദാനം നൽകി മടങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തകർ പിന്നെ ഈ വഴി വരാറുമില്ല. ഇലക്ഷൻ വരുമ്പോൾ ഓരോ പാർട്ടിക്കാരും വന്ന് ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇന്നത് നടത്തിത്തരാം എന്ന് പറഞ്ഞാൽ അപ്പോൾ കാര്യങ്ങൾ സാധിച്ചിട്ട് പോകുന്നല്ലാതെ യാതൊന്നും ഇന്നുവരെ നടന്നിട്ടില്ല. ഇതിനു മുമ്പുള്ള സർക്കാർ വരും, അവർ വന്ന് ഇലക്ഷൻ സമയത്ത് വന്നിട്ട് പറയും ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകും. പിന്നെ ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ സർക്കാർ അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ റവന്യൂ മന്ത്രിയെ കണ്ട് സംസാരിച്ച് ഇവിടുത്തെ ഒരു ആൾക്കാരുമായിട്ട് പോയി സംസാരിച്ച് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനി എന്താവുമെന്ന് അറിഞ്ഞുകൂടാ. കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. തങ്ങളുടെ സ്ഥലത്തിന് പട്ടയം ലഭിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്കിനി കഴിയില്ല. എത്രയും വേഗം തങ്ങളുടെ സ്ഥലത്തിന് പട്ടയം അനുവദിച്ചു നൽകണമെന്ന ന്യായമായ ആവശ്യം മാത്രമാണ് ഇവർക്കുള്ളത്. മെയിനായിട്ട് അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവരെ പട്ടയം ഇവരെ വിഷയം അടിയന്തരമായിട്ട് പരിഗണിച്ചുകൊണ്ട് പട്ടയം കൊടുക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. CPMൻ്റെ ആൾക്കാർ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ റവന്യൂ മന്ത്രിക്ക് വരെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് സാധിച്ചു തരും എന്ന് പറഞ്ഞേക്കണം. ആ ഒരൊറ്റ വിശ്വാസമാണ് നമുക്കുള്ളത്. ജീവിതം വഴിമുട്ടിയ കുറേ ജനങ്ങളുടെ അപേക്ഷയാണിത്.
ജനകീയ സർക്കാരെന്ന ലേബലോട് അധികാരത്തിലെത്തിയ പിണറായി സർക്കാരിൽ വിശ്വാസമർപ്പിച്ച് ഇവർ കാത്തിരിക്കുകയാണ്. അടുത്ത തവണ വോട്ട് തേടി ഇവിടെ എത്തുന്നതിന് മുൻപെങ്കിലും ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയണം. ഇല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ സർക്കാരിന് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നുകൂടി പടിയിറങ്ങേണ്ടി വരുമെന്ന് എന്റെ വാർത്ത ഓർമ്മിപ്പിക്കുന്നു. ഇത് കണ്ടെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എന്റെ വാർത്തയ്ക്ക് വേണ്ടി ഇലങ്കത്തറയിൽ നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് സുദർശനൻ. നിങ്ങളുടെ കൺമുന്നിലുള്ള ഇത്തരം റിപ്പോർട്ടുകൾ ഇന്നു തന്നെ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: ദ പ്രൊഡ്യൂസർ, എന്റെ വാർത്ത, അമൃത TV, ഇടഗ്രാമം, കരിമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ info@amrthatv.com. ഫോൺ 9746287526. സത്യത്തിനൊപ്പം സധൈര്യം നിന്ന് പോരാടുന്ന സിറ്റിസൺ റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.